സ്വാമി, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ കാലങ്ങളായിട്ട് യോഗ ചെയ്യുന്നവരുണ്ടാവും, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരുണ്ടാവും. ഈ പഠിപ്പിക്കുന്നത് ശരിയായി സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ടോ? ഇതിന്റെ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവുന്നുണ്ടോ? അത് ഈ അനുഭവം പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർക്ക് ഉണ്ടോ? അപ്പൊ നമ്മള് എന്താണ് ശരിക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോ ഇത് ശരിക്കും ഉണ്ടാവണ്ടേ? ഇയാൾക്ക് ഗുരുവിനെ അറിഞ്ഞിരിക്കണ്ടേ? അത് ശിഷ്യർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണ്ടേ? ഇത് സത്യത്തിൽ നടക്കുന്നുണ്ടോ? നമ്മൾ കൈകാലം പൊന്തിക്കണം, വളർക്കണം, തിരിക്കണം. അതുകൊണ്ട് അയാൾക്ക് ശരിയായിട്ടുള്ള യോഗയുടെ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള ബാധ്യത നമുക്കില്ലേ? അറിയണ്ടേ? യോഗ സത്യമാണോ, യാഥാർത്ഥ്യമാണോ, പ്രാക്ടിക്കലാണോ എന്ന് അറിയണ്ടേ? അപ്പൊ ആ അനുഭവം എങ്ങനെയുണ്ടാവും? അപ്പൊ നമുക്ക് അനുഭവം ഉള്ള ഒരാൾ കണ്ടുമുട്ടണ്ടേ? ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു യോഗ സ്റ്റുഡൻസ് ഒരുപാട് പഠിച്ചിട്ട് ഒരു റിസൾട്ടും വരുന്നില്ല, ഒരു വ്യത്യാസവും വരുന്നില്ല എന്ന് പറയുന്നത് ജനറലായിട്ടുള്ളതാണ്. അതിന് കാരണം വെച്ചാൽ എല്ലാ യോഗ സെൻറ്ററിലും എല്ലാ യോഗ ടീച്ചേഴ്സും ഒന്ന് ആസനത്തെ സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നു, പ്രാണായാമത്തെ സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നു. അപ്പോൾ ആസനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ എന്തെന്ന് മറ്റേ ബാബ രാംദേവ്, നല്ല ഒരു ക്രൗഡ് പുള്ളി, അത് പ്രാണായാമം എന്ന് പറഞ്ഞാൽ രവിശങ്കർ. ഇങ്ങനെ ആസനം യോഗയിൽ ഈ രണ്ടാമത്തെ മാത്രം ചെയ്തിരുന്നാൽ പോരാ. നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റേജ് പ്രത്യാഹാരത്തിലാണ് ചക്ര ആക്ടിവേഷൻ വരുന്നത്. ചക്ര ആക്ടിവേഷൻ ചെയ്താലേ മറ്റേ എല്ലാത്തിലും റിസൾട്ട് വരും. കാരണം എന്ന് വെച്ചാൽ ചക്രാസ് ആർ കണക്റ്റഡ് ടു നിങ്ങൾക്ക് വന്ന് എന്തോന്ന് മൂലാധാരം എർത്ത്, സ്വാധിഷ്ഠാനം വാട്ടർ, മറ്റേ മണിപൂരം അഗ്നി, അനാഹതം വായു, ശുദ്ധി ആകാശം. അതോട് ചേർന്ന് ജ്ഞാനേന്ദ്രിയങ്ങളും കണക്റ്റായിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അനുഭവം എന്ന് പറയുന്നത് എങ്ങനെ? അനുഭവം എന്ന് പറയുന്നത് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയല്ലേ വരുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങൾ എവിടെ കണക്റ്റായിരിക്കുന്നു? ജ്ഞാനേന്ദ്രിയങ്ങൾ വന്ന് കണക്റ്റായിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കും. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങൾ കണക്റ്റായി നിൽക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ അതിൽ കൂടെ അല്ല അനുഭവം. അനുഭവം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്തോ. ജ്ഞാനേന്ദ്രിയങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാതെ അനുഭവം എന്ന് പറഞ്ഞ് വെറും യോഗാസനത്തിൽ വെറും മസിൽസും ഇന്റേണൽ ഓർഗൻസ് മാത്രമല്ലേ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ല. റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി അനുഭവപ്പെടണം. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എവിടെ കണക്റ്റ് ആയിരിക്കുന്നു? ആധാരങ്ങളിലാണ് കണക്റ്റ് ആയിരിക്കുന്നത്. എന്ന് വെച്ചാൽ മൂലാധാരത്ത് എർത്ത്, മൂക്ക് സ്മെല്ല് മൂക്ക്, അടുത്തത് വന്ന് സ്വാധിഷ്ഠാനം വാട്ടർ, അതിന് ഇത് രസം അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ നാക്ക്, മണിപൂരകം അതിൻ്റെ റിസൾട്ട്, അഗ്നി രൂപം കണ്ണ്, ഇത് സ്കിന്ന് അതിന് സ്പർശം ത്വക്ക്, വായു സ്പർശം ത്വക്ക്, അടുത്തത് ആകാശം ശബ്ദം, വിശുദ്ധി ആകാശം ശബ്ദം കാത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതിൻ്റെ പവർ ഇൻക്രീസ് ചെയ്താൽ യോഗയിൽ നിങ്ങൾ ആസനം ചെയ്താലും പ്രാണായാമം ചെയ്താലും നിങ്ങൾക്ക് എനർജി റിപ്പോർട്ടാവും. നിങ്ങൾക്ക് വന്ന് അതൊന്നും ആക്ടിവേറ്റ് ആകുന്നില്ല. ഒൺലി ആസനം ചെയ്യുന്നു, ഒൺലി പ്രാണായാമം ചെയ്യുന്നു. അതിൻ്റെ അടുത്ത സ്റ്റേജ് പ്രത്യാഹാരത്തിലാണ് ഇത് വരുന്നത്. പ്രത്യാഹാരത്തിൽ എങ്ങനെ വരുന്നു ചക്ര ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ? പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ മീനിങ് എന്തോന്ന്? കൺട്രോൾ ദി 5 സെൻസസ്. അതല്ലേ നമുക്ക് അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇത് ആക്ടിവേറ്റ് ചെയ്താലേ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കൺട്രോൾ എന്ന് പറഞ്ഞാൽ വെറും കൺട്രോൾ അല്ല, ആക്ച്വലി എൻഹാൻസ് ദി പവർ ആൻഡ് കൺട്രോൾ. എന്തോന്ന്? പ്രത്യാഹാരം വിട്രായൽ 5 സെൻസസ്, വിട്രായൽ ചെയ്യുമ്പോൾ അതിനെ എൻഹാൻസ് ചെയ്യണം. നിങ്ങൾക്ക് ഒരു കുതിരയിൽ കയറി കുതിരയെ അടക്കാമെന്ന് പറയാണ്. എന്തോന്ന്? അതല്ലേ കുതിരയെ അടക്കണം. അതേമാതിരി ജ്ഞാനേന്ദ്രിയെ അടക്കണം. അടക്കണം എന്ന് വെച്ചാൽ ഒരു സ്വയക്കേട് പിടിച്ച കുതിരയിലെ മേലെ കയറി ഇരുന്നിട്ട് ഞാൻ അടക്കി എന്ന് പറഞ്ഞാൽ നല്ല ഓടുന്ന കുതിരയിൽ കയറി ഇരുന്നിട്ട് അടക്കണം. ഇതാണ് തിരുമന്ത്രത്തിൽ പറയുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളെ വന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ചെറുപ്പത്തിൽ ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് 80 വയസ്സുകാരൻ പറഞ്ഞു എനിക്ക് കൺട്രോളിലൊന്നുമില്ല, അവന് ഫെയിലുവറാണ്. 85 വയസ്സ് എനിക്ക് ഇപ്പം എല്ലാം കൺട്രോൾ വന്നു. ഞാൻ 64 അങ്ങനെയൊക്കെ ചെയ്തു. ഇങ്ങനെ ഇപ്പം എല്ലാം കൺട്രോളിൽ വന്നതല്ല, അത് ഫെയിലുവർ. അപ്പോൾ പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ നല്ല ആക്ടിവിറ്റി ഇരിക്കുമ്പം കൺട്രോൾ ചെയ്യുന്നതാണ്. ഓടുന്ന കുതിരയെ അടക്കുന്നതാണ് ഇത്. അല്ലാതെ അതേമാതിരി ഈ പ്രത്യാഹാരം വന്നാൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് അനുഭവം വരുന്നത് എങ്ങനെ വരുന്നു? സ്കിൻ വഴിയാണ് വരുന്നത്, നാക്ക് വഴിയാണ് വരുന്നത്. അപ്പോൾ ഇത് അനുഭവം വരണം. അപ്പോൾ ഇതിന്
എന്തെന്ന് വെച്ചാൽ ഈ ചക്ര ആക്ടിവേഷൻ കമ്പൽസറിയാ വേണം. ചക്ര ആക്ടിവേഷൻ ചെയ്ത ശേഷം നിങ്ങൾ ആസനം ചെയ്താൽ അതിലുള്ള അനുഭവം വരും. ചക്ര ആക്ടിവേഷൻ ചെയ്ത് പ്രാണായാമം ചെയ്താൽ അതിനുള്ള അനുഭവം വരും. രണ്ടാമത് അനുഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് എല്ലാ ആസനങ്ങളും ഏത് ആസനം ചെയ്യുമ്പോൾ ഏത് ആധാരത്തിൽ ആക്ടിവേറ്റ് ആവുന്നു, ഏത് ഇൻറ്റേർണൽ ഓർഗൻസിലുള്ളത് മനസ്സിലാക്കി ചെയ്താൽ തന്നെ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. അതേമാതിരി പ്രാണായാമം എന്ന് പറയുമ്പോൾ 2 പ്രാണായാമമുണ്ട്, സ്ഥൂല പ്രാണായാമം, സൂക്ഷ്മ പ്രാണായാമം. സൂക്ഷ്മ പ്രാണായാമം എന്ന് വെച്ചാൽ ദശവായുക്കളെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതാണ് അത് തമിഴ് സിദ്ധന്മാരാണ് കൂടുതലായിട്ട് പറയുന്നത്. അതിലുള്ള ആക്ടിവേഷൻ ടെക്നിക്സിലും തമിഴ് ആക്ച്വലി വർമ്മ റെക്കോർഡ്സിലിരിക്കുന്നത്. കാരണം എങ്ങനെ വർമ്മ വന്ന് സൂപ്പർ യോഗ. അപ്പോൾ അതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് വരും. ഇത് ആരും ചെയ്യുന്നില്ല. ആൽ ഓവർ ഇന്ത്യ ഇൻ്റർനാഷണൽ ലെവലിലും വെറും മൂച്ച് പയറ്റി അത് ബ്രീത്തിങ് എക്സസൈസിലാണ് പോകുന്നത്. അത് ചെയ്താൽ അനുഭവം വരും. രണ്ടാമത് നിങ്ങൾക്ക് വരേണ്ടത് എന്തെന്ന് വെച്ചാൽ പ്രത്യാഹാരത്തിൽ ഒരുപാട് രീതികളുണ്ട്. അത് ചക്ര ആക്ടിവേഷൻ മാത്രമല്ല, ഇത് ജ്ഞാനേന്ദ്രിയ പ്രത്യാഹാരം, അടുത്തത് എന്തോന്ന് അന്ധകരണ പ്രത്യാഹാരം, നാഡീത്രയ പ്രത്യാഹാരം, ഇങ്ങനെ പല പ്രത്യാഹാരമുണ്ട്. അതൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് യോഗയിൽ അനുഭവം കിട്ടും. അപ്പോൾ യോഗയിലെ അനുഭവം എന്ന് പറഞ്ഞാൽ വെറും ആസനവും പ്രാണായാമം ചെയ്തിട്ട് വെച്ചാൽ എങ്ങനെ വരുന്നത്? രണ്ടാമത് കുണ്ടലിനി ഉണരണം. കുണ്ടലിനി ഉണരണമെങ്കിൽ നിങ്ങൾക്ക് ആധാരം ആക്ടിവേറ്റ് ചെയ്ത് മുകളിലോട്ട് മാറിയ തിരിഞ്ഞ് നോക്കി വന്നാലേ കുണ്ടലിനി മുകളിലോട്ട് പോകും. നിങ്ങൾ ആധാരങ്ങൾ താഴോട്ട് ഇരിക്കുമ്പോൾ കുണ്ടലിനി ഉണച്ചാൽ അത് തള്ളിയിട്ട് കുണ്ടലിനി താഴോട്ട് പോകും. അപ്പോൾ ഇതിന് എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ഒന്ന് 5ാമത് പാർട്ട്, യമം നിയമം ആസനം പ്രാണായാമം 5ാമത് പാർട്ടിലാണ് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ്. കാരണം എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ബഹിർമുഖം. യമം നിയമം ആസനം പ്രാണായാമം ബഹിർമുഖം, പുറത്തോട്ട് പോകുന്നത്. നിങ്ങൾ അകത്തോട്ട് പോകണമെങ്കിൽ ഈ പ്രത്യാഹാരത്തിലാണ് സ്റ്റാർട്ടിങ്. അത് ഒരു മലയിൽ കയറുന്ന മാതിരി അപ്വേഡ്, അതായത് 3rd ഡയമെൻഷൻ ഓഫ് യോഗ, വെർട്ടിക്കൽ യോഗ. അത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നാലേ ധാരണ, ധ്യാനം, സമാധിയൊക്കെ സിദ്ധിക്കും. ഇത് ഏത് യോഗ സെൻ്ററിലും പറയുന്നില്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അനുഭവം ഇല്ലാതെ. ഇപ്പം നിങ്ങൾ ഇത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എങ്ങനെ അനുഭവം വന്നാൽ വരുന്നുണ്ടോ എങ്ങനെ? അപ്പോൾ ഈ അനുഭവം വന്ന് വരണമെങ്കിൽ ഇത് പഠിച്ചിട്ട് ഇനി നിങ്ങൾ ആസനം ചെയ്താലും അനുഭവം വരും. ഒരു ക്ഷേത്രത്തിൽ ചെയ്താൽ അവിടെ ഉള്ള വൈബ്രേഷൻ ഫീലാവും, എല്ലാം ഫീലാവും. ഇവിടെയാണ് സീക്രട്ട് ഇരിക്കുന്നത്. ചക്ര ആക്ടിവേഷൻ ആൻഡ് പ്രത്യാഹാരം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രത്യാഹാരം. അത് കഴിഞ്ഞ് ധാരണയിലും പല ടൈപ്പുണ്ട്. ഭൂതധാരണ, ഇതേമാതിരി ധാരണകൾ പല, ഇതൊക്കെ ചെയ്ത അനുഭവം വരും. നിങ്ങൾ വെറും ആസനവും ബ്രീത്തിങ് വെച്ചാൽ അത് നിന്ന് ജിമ്മിന് പോകുന്നത് പകരം ഒരു ആൾട്ടർനേറ്റീവ് എന്തോന്ന്, എന്നിട്ട് ഞാൻ യോഗ അല്ല ആസനം ചെയ്തെന്നാണ് പറയേണ്ടത്. ആസനവും യോഗയും ഒന്നെന്ന് ഒരുപാട് പേര് വിചാരിച്ചാൽ അത് ശരിയല്ല. അപ്പോൾ അതിന് കണക്കായി ചെയ്ത അനുഭവങ്ങൾ വരും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എന്തോന്നു?